അതുല്യ, ഇനി നമുക്ക് കുറച്ച് മൃദംഗത്തിന്റെ താളം കേൾക്കാം അല്ലേ? നീ ഈ പെൺകുട്ടികൾ മൃദംഗം വായിക്കാൻ കണ്ടിട്ടുണ്ടോ? പെൺകുട്ടികൾ മൃദംഗം വായിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത്തവണത്തെ കലോത്സവത്തില് ഹൈസ്കൂൾ വിഭാഗത്തില് മൃദംഗത്തിൽ മത്സരിച്ച ഏക പെൺകുട്ടിയാ അല്ലെ? മോടെ പേരെന്താ? അഞ്ജന അജി. എവിടെ ജില്ല? പത്തനംതിട്ട. പത്തനംതിട്ട ജില്ലയാണ്. രേണുക കേൾക്കണ്ട. രേണുക അപ്പുറത്തിരുന്ന് ഇപ്പം ഇത് കേട്ട് കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഓടി വരും. ആനന്ദ പുളകിതയാവും. പത്തനംതിട്ട എവിടാ? സ്കൂൾ ഏതാ? SNDP HS എടപ്പരിയാര്. ആ ഓക്കെ. അപ്പം നമുക്ക് കൊട്ട് കേൾക്കാം. ഓ തകർത്തല്ലേ? ഞാൻ ഇങ്ങനെ കുറെ നേരം ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കുമ്പോ കൈ വേദനിക്കാറുണ്ടോ? ഇല്ല. ശീലമായതുകൊണ്ടാണോ? അത് പക്ഷെ വിനയ ഈ മൃദംഗത്തിന്റെ എപ്പോഴും നമുക്കൊരു പഠിച്ചെടുക്കുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ട് എപ്പോഴും ഉണ്ട്. കാരണം ഒരു ഭാഗത്ത് കൈപ്പത്തി കൂടുതൽ ഏൽപ്പിക്കണം, ഈ ഭാഗത്ത് വിരലുകൾ കൂടുതൽ ഏൽപ്പിക്കണം അല്ലേ? രണ്ടും ഒരേ സമയത്താണ് ചെയ്യേണ്ടത്. തീർച്ചയായും. എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ കൊട്ടുകണ്ടപ്പോ എനിക്ക് മനസ്സിലാവുന്നുണ്ട് കൈ വേദനിക്കുന്നത്. എത്ര വർഷമായി പഠിക്കുന്നു? 4 വർഷം. 4 വർഷം. ആരെ പഠിപ്പിക്കുന്ന? കലോത്സവങ്ങളിൽ പങ്കെടുത്തു. എ ഗ്രേഡ് ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ കൊല്ലം കൊല്ലത്ത് അല്ല, അതിന് മുമ്പത്തെ കോഴിക്കോട്. ആ അതിന് മുമ്പ് കലോത്സവ അനുഭവം ഉണ്ട്. ഇത്തവണ എ ഗ്രേഡും കൊണ്ടാ തിരിച്ചു പോകുന്നു അല്ലേ പത്തനംതിട്ടയിലോട്ട്? ആ എന്തായാലും തകർത്ത്. ഇന്ന് വൈകിട്ടത്തെ പരിപാടി കാണാൻ കാണത്തില്ലേ? ഇവിടെ ടൊവീനോ വരും, ആസിഫ് അലി ഉണ്ട്, കാണണ്ടേ? ആ ഓക്കെ. എന്തായാലും അടിപൊളി. അങ്ങനെയാണ് അതുല്യ വിശേഷങ്ങൾ. മത്സരിച്ച ആൺകുട്ടികൾക്കിടയിൽ തൻ്റെ സ്ഥാനം പറഞ്ഞുറപ്പിച്ച് തന്നെ ആയിരിക്കും ആ കുട്ടി മടങ്ങുന്നത്. അതെപ്പോഴും അങ്ങനെയാണ് കാളിദാസ. കാരണം ഒരു തരി മതി. എന്തായാലും കലോത്സവ വേദിയിൽ നിന്ന് കൂടുതൽ ഇതുപോലുള്ള പ്രതിഭകളെയൊക്കെ കണ്ടെത്തി കൊണ്ടുവരിക, കൂടുതൽ ഇതുപോലുള്ള കനൽ തരികളെ, കൂടുതൽ ഇതുപോലുള്ള മികച്ച പ്രതിഭകളെ ഇനിയും കൊണ്ടുവരിക. ഇപ്പോൾ നമുക്ക് കുറച്ച് നാടോടി